ഹായ് ഗായ്സ്, ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന ഈജുവിനാണ്. അവൾ സ്കൂളിലേക്ക് പോവായിരിക്കും. അപ്പോൾ അവൾ മുന്നിൽ നോക്കുമ്പോൾ ഗായാണെങ്കിൽ അവളുടെ മുന്നിൽ സ്കൂളിലേക്ക് നടന്നു പോകുന്നുണ്ടാവും. ഞാനിനി ഇയാളുടെ പിന്നിൽ തന്നെ നടന്നു പോകണോ, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ച് അവൾ അങ്ങനെ അവൻ്റെ പിന്നാലെ തന്നെ പോകുന്നുണ്ടാവും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഗാ പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിൽക്കുക. അപ്പോൾ അവൾ ഇയാളെന്തിനാ ഇപ്പോൾ ഇവിടെ നിൽക്കണമെന്ന് വിചാരിക്കും. ഇനി ഇവളെ വല്ലതും ചെയ്യാനാണോ എന്നൊക്കെ വിചാരിക്കും. നോക്കുമ്പോൾ അവൻ പെട്ടെന്ന് അവൻ്റെ മുഖത്ത് തൊട്ട് നോക്കിയിട്ട് ബോധം കെട്ട് വീണതാണ് കാണുക. അവൻ്റെ കരച്ചിലും ബോധം കെട്ട് വീഴലും കണ്ട് അവൾ പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് ഓടിപ്പോവും. നോക്കുമ്പോൾ അവൻ്റെ മുഖത്ത് പ്രാവ് കാര്യം സാധിച്ചിട്ടുണ്ടാവും. അത് കണ്ടിട്ടായിരിക്കും അവൻ ബോധം കെട്ട് വീണിട്ടുണ്ടാവുക. അവൾ എന്നിട്ട് അവളുടെ ഒരു ടവലെടുത്ത് അതൊക്കെ തുടച്ചു കൊടുക്കും. അവനാണെങ്കിൽ ബോധമില്ലാതെ അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ ഇരിക്കായിരിക്കും. അപ്പോൾ അവൾ ഇനി എന്താ ചെയ്യാന്നൊക്കെ വിചാരിക്കും. ചുറ്റുമൊക്കെ നോക്കും, പക്ഷെ അവിടെ ഒന്നും ആരും ഉണ്ടാവില്ല. അവന് ശ്വാസം ഉണ്ടോയെന്നൊക്കെ അവൾ കൈ വെച്ചൊക്കെ നോക്കും. അപ്പോൾ ശ്വാസം ഇല്ലാത്ത പോലെയൊക്കെ അവൾക്ക് തോന്നും. ഇനി എന്താ ചെയ്യാന്നൊക്കെ വിചാരിച്ച് അവൾ അവന് CPR കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. അങ്ങനെ ചുണ്ടൊക്കെ പിടിച്ച് കൃത്രിമ ശ്വാസം കൊടുക്കാൻ പോണ സമയത്ത് തന്നെ അവൻ ഞെട്ടി എണീക്കും. അവളും പേടിച്ചിട്ടുണ്ടാവും. അവൻ എണീറ്റ് കഴിയുമ്പോൾ അവൻ്റെ അടുത്ത് അവൾ കുഴപ്പമൊന്നുമില്ലല്ലോ സാറെന്നൊക്കെ ചോദിക്കും. പക്ഷെ അവളെ കാണാണ്ടാവില്ല, കാരണം അവൻ്റെ കണ്ണട തെറിച്ച് പോയിണ്ടാവും. അപ്പോൾ അവളാണെങ്കിൽ ഞാനാ ഈജു എന്നൊക്കെ അവൻ്റെ അടുത്ത് പറയും. കണ്ണട പോയെങ്കിൽ അവൻ്റെ ആറ്റിറ്റ്യൂഡൊന്നും അവൻ വിട്ടുണ്ടാവില്ല. അവൻ വേഗം ഒരു കർച്ചീഫ് എടുത്തിട്ട് അവൻ്റെ മുഖമൊക്കെ തുടച്ച് വൃത്തിയാക്കും. എന്നിട്ട് ഈജു ആണെങ്കിൽ ഒരു പ്രാവ് കാഷ്ടിച്ചതിനാണോ ഇത്രയ്ക്കൊക്കെ കാട്ടാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ അവൻ അതുകൊണ്ട് എത്ര അസുഖം വരുമെന്ന് നിനക്കറിയുമെന്നൊക്കെ അവളടുത്ത് ചോദിച്ച് ദേഷ്യപ്പെടും. പിന്നീട് അവൻ്റെ കണ്ണട തിരയാൻ തുടങ്ങും. ആ സമയത്ത് ഈജുവും അവനെ സഹായിക്കും. അങ്ങനെ അവൻ തെരച്ചിൽ നിർത്തി ഒരു സ്ഥലത്തിരിക്കും. ഈജു ആണെങ്കിൽ തിരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കായിരിക്കും. പെട്ടെന്നാണ് ക്രിക്ക് എന്നൊരു സൗണ്ട് കേൾക്കുക. അപ്പോൾ അവൾ എന്താണെന്ന് നോക്കുമ്പോൾ അവൾ ഗായുടെ കണ്ണട ചവിട്ടി പൊട്ടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഗാ, നീ എന്താ എൻ്റെ കണ്ണട ചവിട്ടി പൊട്ടിച്ചോ, എന്തൊരു സൗണ്ട് കേട്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്നും കണ്ടില്ല, ഇതെന്താ കൊമ്പ് ചവിട്ടിയതാന്നൊക്കെ അവൾ നുണ പറയും. അവന് കണ്ണ് കാണാത്ത കാരണം കൊണ്ട് വേഗം ആ കണ്ണട എടുത്ത് അവൾ ബാഗിലിടും. എന്നിട്ട് ഒന്നും കാണാനില്ല, ഇനി എന്താ ചെയ്യാന്നൊക്കെ അവൻ്റെ അടുത്ത് പറയും. അപ്പോൾ അവൻ്റെ ഫോൺ കൊടുത്തിട്ട് ഇതിലെൻ്റെ ഫ്രണ്ട്സിൻ്റെ നമ്പർ ഉണ്ട്, അവരെ വിളിച്ച് തായോന്ന് പറയും. അപ്പോൾ അവൾ ഇയാൾക്ക് ഒട്ടും കണ്ണ് കാണില്ലേ, കണ്ണടല്ലേ എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെ അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു വരുത്തും. എല്ലാവരും തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ജങ്ങിനാണെങ്കിൽ അവിടുന്ന് പൈസ അടക്കം കളഞ്ഞു കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ കണ്ണട മാത്രം തിരിച്ചു കിട്ടിയിട്ടുണ്ടാവില്ല. അവരൊരു ഡ്യൂപ്ലിക്കേറ്റ് കണ്ണട എടുത്തിട്ട് അവന് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ അവർക്ക് സ്കൂളിൽ പോകാൻ സമയമായിട്ടുണ്ടാവും. അപ്പോൾ തെരച്ചിൽ നിർത്തി എല്ലാവരും കൂടി സ്കൂളിലേക്ക് പോകും. ഈജുവും കാറിലുണ്ടാവും. ഈജുവിൻ്റെ ഫ്രണ്ടിന് മെസ്സേജ് അയക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഇന്ന് സാറുമാരുടെ കൂടെ കാറിലാണ് വരുന്നത്, അപ്പോൾ അവൾ എന്താ പറ്റിയെന്ന് ചോദിക്കും. അതൊക്കെ ഞാൻ അവിടെ വന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറയും. ഗായ്ക്ക് ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും അവന് നല്ല ദേഷ്യത്തിലായിരിക്കും ഉണ്ടാവുക. ഞാനൊന്ന് ചാരി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് യൂണിൻ്റെ കാലിൻ്റെ അവിടേക്ക് സീറ്റ് ഇട്ടിട്ടുണ്ടാവും. അതൊക്കെ ഈജു ശ്രദ്ധിക്കുമ്പോൾ അവൾക്ക് ദേഷ്യം വരും. പിന്നീട് യൂണിനെ ഉറങ്ങാൻ സമ്മതിക്കില്ല ജങ് എന്നൊക്കെ അവരിരുന്ന് പറയുന്നുണ്ടാവും. ഇതൊക്കെ ഇവൾക്ക് കേൾക്കുമ്പോൾ ഇവൾക്ക് BLൻ്റെ കാര്യമാണ് ഓർമ്മ വരിക. ഇവള് മൊത്തമായിട്ട് റെഡ് കളറായിട്ടുണ്ടാവും. അപ്പോൾ ജങ് ആണെങ്കിൽ നിനക്ക് AC ഓൺ ചെയ്യണോ, എന്തെങ്കിലും വേണോ എന്നൊക്കെ അവളുടെ അടുത്ത് ചോദിക്കും. പക്ഷെ അവൾ അതൊന്നും വേണ്ടാന്നൊക്കെ അവൻ്റെ അടുത്ത് പറയും. പിന്നീട് സ്കൂളെത്തുമ്പോൾ എല്ലാ പെൺകുട്ടികളും ഈ കാറിൻ്റെ പിന്നാലെ ഉണ്ടാവും. അപ്പോൾ അവൾ സ്കൂളിലെ ഗുണ്ട ഗാങ്ങൊക്കെ ഇവളെ ആക്രമിക്കണത് ആലോചിക്കും. ഇവരുടെ കൂടെ കാറിൽ കണ്ടു കഴിഞ്ഞാൽ എല്ലാ പെൺകുട്ടികളും ഇവളെ ശരിയാക്കുമെന്ന് ഇവൾ പറയും. അവൾ സ്കൂളിലെത്തുമ്പോൾ തന്നെ അവിടെയുള്ള സീറ്റിലേക്ക് കിടന്നിട്ടുണ്ടാവും. സ്കൂളിൽ കാറെത്തുമ്പോൾ എല്ലാവരും ഇറങ്ങുന്ന സമയത്ത് പെൺകുട്ടികളൊക്കെ ചുറ്റും കൂടിയിട്ടുണ്ടാവും. അവരപ്പോൾ എല്ലാവരും ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവും. ജങ് ആണെങ്കിൽ ഒരു സ്ഥലത്ത് പോയി കാറ് നിർത്തിയിട്ടുണ്ടാവും. എന്നിട്ട് അവനും അവിടെ നിന്ന് പോവും. അപ്പോഴാണ് നമ്മുടെ ഈജു കാറിൽ നിന്ന് മെല്ലെ എണീറ്റിരിക്കുക. അവളുടെ മേത്തൊരു കോട്ടുണ്ടാവും. എല്ലാവരും പോയോന്നൊക്കെ അവൾ ചുറ്റും നോക്കും. എന്നിട്ട് അവൾ പറയും, ഇന്ന് അവരെന്തൊക്കെയാണ് പറഞ്ഞ് അതൊക്കെ വെച്ച് എനിക്ക് നോവലിൽ പുതിയ കണ്ടൻറ്റൊക്കെ എഴുതാറായി എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എന്തായാലും പുറത്തിറങ്ങാമെന്ന് വിചാരിച്ച് എന്നിട്ട് പുറത്തിറങ്ങാൻ നോക്കുമ്പോഴേക്കും ഒരാൾ വന്ന് ഡോർ തുറക്കും. അപ്പോഴേക്കും അവൾ വീഴാൻ പോയിട്ടുണ്ടാവും. അവളുടെ തല താങ്ങി പിടിച്ചിട്ടുണ്ടാവും. അത് ഗായായിരിക്കും. താങ്ങി പിടിച്ച പോലെ തന്നെ ഉള്ളിലേക്ക് ഒരു തള്ളും കൊടുക്കും. എന്നിട്ട് അവൻ്റെ കോട്ട് എടുക്കും. എന്നിട്ട് അവളടുത്ത് ചോദിക്കും, നീ എൻ്റെ കണ്ണട കണ്ടിട്ടൊന്നുമില്ലല്ലോ എന്ന്. അപ്പോൾ അവൾ, ഇല്ല സാർ, ഞാൻ കണ്ടിട്ടില്ല എന്ന് അവൻ്റെ അടുത്ത് പറയും. നീ എങ്ങാനും നുണ പറയണമെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവും. പിന്നീട് കാണിക്കുന്നത് ക്ലാസ് റൂമാണ്. അവിടേക്ക് ഗാ വന്നിട്ടുണ്ടാവും. ഗാ വന്ന് അറ്റൻഡൻസ് ഒക്കെ വിളിച്ച ശേഷം പുതിയതായിട്ട് ഈ ക്ലാസ്സിലേക്ക് ഒരു പെൺകുട്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തി കൊടുക്കും. അവളുടെ പേര് ജെന്നി എന്നായിരിക്കും. അവൾ പുറത്തുനിന്നായിരിക്കും വരുന്നുണ്ടാവുക. അവൾ എല്ലാവരടുത്തും ഹായ് ഒക്കെ പറയും. എന്നിട്ട് അവൾ ഒരു സീറ്റ് സെലക്ട് ചെയ്ത് അവിടെ പോയിരുന്നോളാം ഗാ പറയുമ്പോൾ അവൾ പോയിരിക്കുക ആ ലേറ്റായി വരുന്ന പെൺകുട്ടിയുടെ അടുത്തായിരിക്കും. ഇതിൻ്റെ ഇടയിൽ ഈജു ഗാനെ ശ്രദ്ധിക്കുന്നുണ്ടാവും, അവന് തലവേദന എടുക്കണതൊക്കെ. അങ്ങനെ ജെന്നി ആ പെൺകുട്ടിയുടെ അടുത്ത് പോയി ഹായ് ഒക്കെ പറയെങ്കിലും അവളുടെ അടുത്ത് മിണ്ടില്ല.
അങ്ങനെ ഗാ അറ്റൻഡൻസ് എടുത്ത് പോവും. അതിനുശേഷം ജെന്നിയുടെ പിന്നിൽ തന്നെ ആയിരിക്കും എല്ലാ പെൺകുട്ടികളും. ഈജുവും ചോയും ഒക്കെ അവളെ പോയി പരിചയപ്പെടും. അവൾ സിംഗപ്പൂരിൽ നിന്നായിരിക്കും വരുന്നുണ്ടാവുക. അവൾ കൊറിയൻ ഡ്രാമയൊക്കെ കണ്ട് ഇൻസ്പയർ ആയിട്ട് ആയിരിക്കും ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുക. അതൊക്കെ ഇവരുടെ അടുത്ത് പറഞ്ഞ് ഇവരെ നന്നായിട്ട് പരിചയപ്പെടും. പിന്നീട് കാണിക്കുന്ന ഈജുവിനാണ്. അവൾ ഒറ്റയ്ക്കിരിക്കായിരിക്കും. അവൾ ഒറ്റയ്ക്കുണ്ടാവുക ഗായുടെ ക്ലാസ് ആയിരിക്കും. അതെങ്ങനെയൊക്കെയോ ഒട്ടിച്ച് അവൾ ശരിയാക്കും. ഇത് തിരിച്ചു കൊടുക്കണോ വേണ്ടോ എന്നൊക്കെ അവൾ ആലോചിക്കും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നോയുടെ ക്ലാസ് ആയിരിക്കും. അവൻ കാര്യമായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് ഈജു മാത്രം അവൻ്റെ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അവൾ വേറെ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. അത് അവൻ ശ്രദ്ധിക്കും. എന്നിട്ട് നീ എന്താ എഴുതണമെന്ന് അവളുടെ അടുത്ത് വന്ന് അവൻ ചോദിക്കും. അവളപ്പോൾ അതൊന്നുമില്ല എന്നൊക്കെ പറയുമെങ്കിലും അവൻ അതെടുത്തിട്ട് ഇതെന്താണെന്ന് നോക്കും. അത് വായിച്ചിട്ട് അവന് തന്നെ ആകെ ചിരി വരുന്നുണ്ടാവും. ഇതെന്തൊക്കെ പൊട്ടത്തരം എഴുതി വെച്ചിരിക്കണമെന്ന് അവൻ വിചാരിക്കും. എന്നിട്ട് അവൻ നേരെ സ്റ്റാഫ് റൂമിലേക്ക് അവളെ കൂട്ടിയിട്ട് പോവും. ഗായുടെ അടുത്തേക്കായിരിക്കും കൊണ്ടുപോകുന്നുണ്ടാവുക. എന്നിട്ട് ഗായാണെങ്കിൽ ആ സമയത്ത് തലവേദന എടുത്തിട്ട് ഇരിക്കായിരിക്കും. യൂൺ വന്നിട്ട് അവൻ്റെ അടുത്ത് നിനക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൻ കുഴപ്പമില്ല എന്നൊക്കെ പറയും. നോ നേരെ ഈജുവിനെയും കൂട്ടിയിട്ട് സ്റ്റാഫ് റൂമിൽ പോയിട്ടുണ്ടാവും. എന്നിട്ട് ഗാർഡ് അടുത്ത് അവൾ ക്ലാസ്സിലിരുന്ന് നിനക്ക് വേണ്ടിയിട്ടുള്ള അപ്പോളജി ലെറ്റർ എഴുതായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കും. ഗായാണെങ്കിൽ അവളുടെ അടുത്ത് അത് വായിച്ച് കേൾപ്പിക്കാൻ പറയും. അപ്പോൾ അവൾ ചുറ്റും ടീച്ചേഴ്സൊക്കെ അല്ലേ എങ്ങനെ വായിച്ച് കേൾപ്പിക്കാമെന്ന് ഗായുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ ഗാ അതൊന്നും എനിക്കറിയണ്ട, ഇപ്പോൾ വായിച്ച് കേൾപ്പിക്കുമെന്ന് പറഞ്ഞ് അവളെ കൊണ്ട് വായിപ്പിക്കും. അവൾ മെല്ലെ വായിക്കുമ്പോൾ ഉറക്കെ വായിക്കാൻ അവളുടെ അടുത്ത് പറയും. അവൾ അവളുടെ പേരും വിലാസവും എല്ലാം അതിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോളജി ആണെന്ന് പറഞ്ഞിട്ട് ഗാനെ കുറ്റപ്പെടുത്തണ പോലെയൊക്കെ ആയിരിക്കും ലെറ്റർ എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ ഗാ അവളടുത്ത് ചോദിക്കും ഇത് അപ്പോളജി ലെറ്റർ ആണോ അതോ വല്ല കംപ്ലൈൻറ്റ് ലെറ്റർ ആണോ എന്ന്. അങ്ങനെ അവൾ തുടർന്ന് വായിക്കാൻ പറയുമ്പോൾ അവൾ പറയും ഇത്ര എഴുതിയുള്ളൂ, അപ്പോഴേക്ക് സാറ് പിടിച്ചു എന്ന്. അപ്പോൾ അവൻ പറയും എന്നാൽ നിനക്കിതിന് പണിഷ്മെൻ്റ് ഉണ്ട് എന്ന്. അപ്പോൾ എന്താണെന്ന് അവൾ ചോദിക്കുമ്പോൾ നിൻ്റെ മാർക്ക് ഞാൻ കുറയ്ക്കുമെന്ന് പറയും. പിന്നെ നമ്മുടെ ക്ലാസ്സിലെ പെൺകുട്ടികളുടെ കാര്യം നോക്കണം നമ്മുടെ കൂടെ കടമയല്ലേ. ഇനി മുതൽ നമ്മുടെ ക്ലാസ്സിലെ ആ ലേറ്റായി വരുന്ന പെൺകുട്ടി എപ്പോഴെങ്കിലും ലാസ്റ്റ് ക്ലാസ് മിസ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നിൻ്റെ 4 മാർക്കും അവളുടെ 2 മാർക്കും ഞാൻ കുറയ്ക്കുന്നു ഈജുവിൻ്റെ അടുത്ത് ഗാ പറയും. അത് കേൾക്കുമ്പോൾ ഈജുവിന് നല്ല ദേഷ്യം വരും. ഈജു എന്നിട്ട് സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവും. അവൾ എന്നിട്ട് അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കാണ് പോവുക. ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇതൊക്കെ പറയുമ്പോൾ അവർ ഇവളടുത്ത് ഓരോന്ന് പറയണ്ടാവും. ഇനി നിൻ്റെ അമ്മയച്ഛനും അയാളുടെ ശത്രുക്കളും വല്ലതാണോ, നീ അയാളുടെ എക്സ് ഗേൾ ഫ്രണ്ടിനെ പോലെയാണ് ഇരിക്കണം, അതുകൊണ്ടാണോ നിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ അയാൾ ചെയ്യണമെന്നൊക്കെ അവർ പറയുന്നുണ്ടാവും. എന്നിട്ട് അവളുടെ ഫ്രണ്ട്സ് പറയും നമുക്ക് നിന്നെ അയാളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടുത്താൻ വല്ല വഴിയും കാണാമെന്ന്. എന്നിട്ട് ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് അവളുടെ ഫ്രണ്ട് പറയും ഈജുവിന് ഇന്ന് തീരെ വയ്യാതെ കിടക്കുകയാണെന്ന്. അപ്പോൾ ഗായാണെങ്കിൽ അവളുടെ അടുത്ത് പോയി എന്താ പറ്റിയെന്ന് നോക്കാൻ പോവും. ആ സമയത്ത് അവളുടെ മുഖമൊക്കെ വിളറി വെളുത്ത പോലെയൊക്കെ ഉണ്ടാവും. അവൾക്ക് പനിയാണെന്നൊക്കെ അവൾ പറഞ്ഞ് ആക്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ടാവും. നോക്കുമ്പോൾ അവളുടെ ആ ഒരു തലെണ്ണ പോലെയുള്ള ബ്രെഡിലും എല്ലാം അവളുടെ ഫൗണ്ടേഷൻ ആയിട്ടുണ്ടാവും. അവന് മനസ്സിലാവും ഇവൾ അഭിനയിക്കുകയാണെന്ന്. അവനപ്പോൾ അവളുടെ അടുത്ത് നിനക്ക് പനിയല്ല, ഞാൻ നിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുക അതിനൊക്കെ ആൻസർ പറയും. അവളുടെ ഫ്രണ്ട് എല്ലാം പൊളിഞ്ഞ് എണീറ്റിരുന്നോ എന്ന് അവളുടെ അടുത്ത് പറയും. അപ്പോൾ അവൾ വേഗം എണീച്ചിരിക്കും. അപ്പോൾ അവൾക്ക് ആൻസർ ഒന്നും പറയാൻ കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അവൻ നിനക്ക് ആൻസർ ഒന്നും പറയാറില്ല, നിനക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവളെ ക്ലാസ്സിലിട്ട് നാറ്റിച്ചുകൊണ്ടിരിക്കും. അവൾക്കാണെങ്കിൽ ആ സമയത്ത് നല്ല ദേഷ്യം വരുന്നുണ്ടാവും. ഇതിനൊക്കെ ഞാൻ നോവലിൽ പോയിട്ട് കാണിച്ചു തരാടാന്നും പറഞ്ഞ് അവൾ നേരെ നോവലിൻ്റെ കാര്യം ആലോചിക്കും. അവൻ്റെ അഭിനയം ഒന്നും കൊള്ളില്ലെന്നും പറഞ്ഞ് നോവലിൽ അവൾ അവനെ ഒരുപാട് ചീത്ത പറയും. ഞാൻ നിൻ്റെ അടുത്ത് എന്താ ചെയ്യാൻ പറഞ്ഞിട്ട് നീ എന്താ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഗാനെ അവൾ നോവലിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ടാവും. അങ്ങനെ അവൾ അതൊക്കെ ആലോചിച്ച് സന്തോഷിച്ചിരിക്കുമായിരിക്കും. പക്ഷേ അവളെ നേരിട്ട് നന്നായി ചീത്ത പറയുന്നുണ്ടാവും. എന്നിട്ട് അവൾക്ക് വീണ്ടും പണിഷ്മെൻറ്റ് കൊടുക്കും. പിന്നീട് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു ക്യാൻറ്റീനിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ജെന്നിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്നൊക്കെ എല്ലാവരും അവളുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ അവൾ ഉണ്ടെന്ന് പറയും. എന്നിട്ട് ബോയ് ഫ്രണ്ടിനെ കണ്ടുമുട്ടിയ കഥയൊക്കെ അവരുടെ അടുത്ത് പറയുന്നുണ്ടാവും. ഇതൊക്കെ കേട്ട് ഈജുവിനും നല്ല ഇൻട്രസ്റ്റ് ആയിട്ടുണ്ടാവും. അവൾക്ക് നോവലിൽ എഴുതാൻ പുതിയ വല്ല കാര്യം കിട്ടുമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക അവൾ. ജെന്നിയുടെ ബോയ് ഫ്രണ്ട് ഒരു ഫോട്ടോഗ്രാഫറാണെന്ന് അയാൾ കണ്ടത് വെച്ച് ഏറ്റവും ഭംഗിയുള്ളത് ജെന്നിയാണെന്നൊക്കെ അയാൾ പറഞ്ഞു എന്നൊക്കെ ജെന്നി പറയുന്നുണ്ടാവും. പിന്നീട് കാണിക്കുന്നത് ഗായയാണ്. അയാളൊരു ഹോസ്പിറ്റലൊക്കെ പോയിട്ടുണ്ടാവും. എന്നിട്ട് മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ സ്റ്റോറിലേക്ക് പോകും. അവിടെയുള്ള ലേഡിക്ക് ഗായ കാണുമ്പോൾ ഒരു അട്രാക്ഷനൊക്കെ തോന്നിയിട്ടുണ്ടാവും. അവൻ കണ്ണിൽ മരുന്ന് ഒറ്റിക്കുന്ന സമയത്ത് അവൻ്റെ ബാക്കിൽ നിന്ന് ഒരു ഓറയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഇത് ഈജുവിൻ്റെ അമ്മയാണ് കേട്ടോ. അവരങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തിരിഞ്ഞു നോക്കും. അപ്പോൾ അവർ എങ്ങനെയൊക്കെയോ ആ സിറ്റുവേഷൻ നേരെയാക്കും. പിന്നീട് ആ ഷോപ്പിൽ നിന്ന് പോവും. പിന്നീട് ഈജു ഈവനിങ് സ്പോർട്സ് ക്ലാസ്സിന് ചേരാൻ വേണ്ടിയിട്ട് ഒരു ഫോമൊക്കെ മേടിക്കാൻ വേണ്ടി സ്റ്റാഫ് റൂമിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരു മെഡിക്കൽ സ്റ്റോറിൻ്റെ കവറൊക്കെ തൂക്കി പിടിച്ച് പോണത് കാണും. അപ്പോൾ അവന് വെയ്യെന്ന് അവൾ വിചാരിക്കും. അവൻ സീറ്റിൽ പോയിരിക്കുമ്പോൾ അവൻ്റെ ഫ്രണ്ട് അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടാവും നിനക്ക് വയ്യെന്നൊക്കെ. അപ്പോൾ അവൻ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയും. പിന്നീട് കാണിക്കുന്നത് ക്ലാസ് റൂമാണ്. ക്ലാസ് റൂമിൽ
ലാസ്റ്റ് പീരീഡ് ആവാറാകുമ്പോഴേക്കും ആ ലേറ്റായി വരുന്ന പെൺകുട്ടി അവിടെ നിന്ന് പോകുന്നുണ്ടാവും. ഈജു അപ്പോൾ പിന്നാലെ പോയി പിടിച്ച് നിർത്താൻ നോക്കും. അവളെ കൈയും കാലൊക്കെ പിടിക്കുമെങ്കിൽ അവൾ നിൽക്കില്ല, അവൾ പോവും. അവൾ എന്നിട്ട് ഇനി എന്താ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ബാക്കിൽ അവളെ തന്നെ നിന്ന് നോക്കുന്നുണ്ടാവും. അപ്പോൾ അവൾ വേഗം ഓടിച്ചെന്ന് ഗാർഡ് അടുത്ത് പറയും, ഞാൻ എത്ര പിടിച്ചു നിർത്താൻ ശ്രമിച്ചിട്ടും അവൾ നിന്നില്ല, അവൾ പോയിന്ന്. അപ്പോൾ വേഗം അവൻ്റെ ബുക്ക് എടുത്ത് നിൻ്റെ 4 മാർക്ക് ഞാൻ കട്ട് ചെയ്യാണെന്നും പറഞ്ഞ് 4 മാർക്ക് കട്ട് ചെയ്യും. എന്നിട്ട് അവൻ വേഗം ക്ലാസ് റൂമിൻ്റെ ഉള്ളിലേക്ക് പോവും. ഈജു എന്തൊക്കെ ഇയാൾ ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കും. ഇവൾ പോണേന് എന്തിനാ എൻ്റെ മാർക്ക് കുറയ്ക്കണമെന്നൊക്കെ ആലോചിച്ച് ഈജുവിനാകെ ദേഷ്യം വരും. എന്നിട്ട് ഈജു നേരെ പോവുക ഡസ്റ്റ്ബിന്നിൻ്റെ അടുത്തേക്കായിരിക്കും. അവൾ ആ കണ്ണട ആ ഡസ്റ്റ്ബിന്നിൽ ഇടാൻ വേണ്ടിയിട്ടായിരിക്കും പോകണ്ടാവുക. ചോയ് പറഞ്ഞത് ശരിയാണ്, ഇയാൾക്ക് എൻ്റെ അടുത്ത് എന്തൊക്കെ ശത്രുത ഉണ്ട്, ഇയാൾക്ക് എന്നെ ഒട്ടും ഇഷ്ടമില്ല, ഇയാളുടെ ഒരു മണ്ട കണ്ണട ഇയാൾക്ക് എന്നെ ഒട്ടും ഇഷ്ടമില്ല, പിന്നെ എന്തിനാ ഞാൻ ഇയാളെ കെയർ ചെയ്യാൻ നിൽക്കണമെന്നൊക്കെ വിചാരിച്ച് അവൾ ആ കണ്ണട ആ വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ടിട്ട് അവിടെ നിന്ന് പോവും. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഡ്രാമ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോസിനൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോസ് ഷെയർ ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.